പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഹവാല ഇടപാടുകാരി എന്ന ഇഡി. ഹവാല മാർഗങ്ങളിലൂടെ പണം കൈമാറിയതിന് തെളിവ് ലഭിച്ചെന്നും ഇഡി വ്യക്തമാക്കി. വീണയുടെ ഡയറിയിൽ നിന്ന് 20 കോടിയിലധികം രൂപയുടെ ക്രയവിക്രയങ്ങളുടെയും ദുബായിലേക്ക് പണം അയച്ചതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. വീണ വ്യാജ സിം കാർഡ് കൈവശം വെച്ചിരുന്നതായും ഇഡി വ്യക്തമാക്കുന്നു. വാർത്താക്കുറിപ്പിലാണ് ഇഡി ഇക്കാര്യം അറിയിച്ചത്. മാസപ്പടി കേസിൽ ടി വീണയ്ക്ക് കുരുക്ക് ഒന്നിനു പുറകെ ഒന്നായി മുറുകുകയാണ്. കഴിഞ്ഞ മെയിൽ നടത്തിയ പരിശോധനയിൽ വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ചുവന്ന ഡയറിയിലെ ആദ്യ പേജുകളിൽ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ഇവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. ഡയറിയിൽ 20 കോടി രൂപയുടെ വിവരങ്ങളുണ്ടെന്ന് ഇഡി വ്യക്തമാക്കുമ്പോൾ ഇതിൽ 85 ലക്ഷം രൂപ ഹവാല ഇടപാടുകൾ വഴി വീണ ദുബായിലേക്ക് അയച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഹവാല ചാനലുകളിലൂടെ പണം കൈമാറിയതിന്റെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് CMRൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസിന് ലഭിച്ച 2.78 കോടി രൂപയ്ക്ക് പുറമെയുള്ള തുകയാണെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. അന്വേഷണത്തിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചതിൽ നിന്ന് മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ചാണ് വൈഫൈ റൂട്ടർ പ്രവർത്തിപ്പിച്ചിരുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. ഈ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള ഇന്റർനെറ്റ് കോളുകൾ വീണ നടത്തിയതായാണ് ഇഡി സംശയിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സിം കാർഡ് നൽകിയ വ്യക്തി ഉൾപ്പെടെ കുറിപ്പുകളിൽ പേരുള്ളവരുടെ കോഴിക്കോട്ടെ 9 കേന്ദ്രങ്ങളിൽ ഇഡി കഴിഞ്ഞ ദിവസം പരിശോധന പൂർത്തിയാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും കടുത്ത നടപടികളിലേക്ക് കടക്കാനുമാണ് അന്വേഷണ ഏജൻസിയുടെ തീരുമാനം. വരുമാനത്തിനപ്പുറമുള്ള പണം വീണ കൈകാര്യം ചെയ്തതായും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. നിഷ ദിലീപ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. നിഷ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം 8 ഇടങ്ങളിൽ പരിശോധന, അതിനു മുന്നേയുള്ള ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, ഇതെല്ലാം ചെന്നെത്തുന്നത് കുറെ സൂചനകളിലേക്കും കണ്ടെത്തലുകളിലേക്കുമായിരുന്നു. ഈ തീരുമാനങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്വഭാവം കൈവരിച്ചിരിക്കുന്നു. ഇഡി തന്നെ അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ഇനി ആ ഇഡിയുടെ ക്യാൻവാസ് വിശാലമായി പ്രതിപക്ഷ നേതാവിന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ അടുത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? അങ്ങനെ തന്നെയാണ്. വാർത്താ സമ്മേളനത്തിലല്ല, കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഇഡി ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ വീണ നടത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇഡി ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മെയിൽ ഇഡി നടത്തിയ പരിശോധനയിൽ വീണയുടെ വീട്ടിൽ നിന്നും ചുവന്ന ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ ആദ്യ പേജുകളിലൊക്കെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇത് വീണ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതാണെന്ന് തന്നെ ഇഡി ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ വീണ നടത്തിയതിൽ 58 ലക്ഷം രൂപ ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് അയച്ചതായും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വരുമാനത്തിൽ കൂടുതൽ ഇടപാടുകൾ വീണ നടത്തിയതായി ഇഡി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRൽ നൽകിയ 2.58 കോടി രൂപയേക്കാൾ കൂടുതൽ ഇടപാടുകളാണ് വീണ നടത്തിയത്. വീണ ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ച് വീണ അതീവ രഹസ്യമായി ഇന്റർനെറ്റ് കോളുകൾ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളിലും ഇഡിക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും വീണയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇഡി കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായി കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും അന്വേഷണ ഏജൻസി തയ്യാറെടുക്കുകയാണ്. ഈ വീണയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച കോഡ് ഭാഷകൾ ഉപയോഗിച്ചുള്ള പേരുകളും അല്ലാതെയുള്ള പേരുകളും ഒക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ വീടുകൾ, അത് പ്രധാനമായും വീണയുടെ ഭർത്താവ് മുൻ മന്ത്രിയുമായ വീണയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഒപ്പം തന്നെ പല ആളുകളിലെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അവരുടെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ നടത്തിയിരുന്നു. ഈ റെയ്ഡുകളിലടക്കം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ പിടിച്ചെടുത്തതായാണ് ഇഡി വ്യക്തമാക്കുന്നത്. എന്തായാലും വീണയ്ക്ക് കൂടുതൽ കുരുക്ക് മുറുകുകയാണ് എന്നതിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കും അന്വേഷണത്തിലേക്കുമൊക്കെ ദേശീയ അന്വേഷണ ഏജൻസി കടക്കുകയാണ്. വ്യക്തമാണ്. എന്തായാലും വീണയ്ക്ക് തെളിവ് സഹിതം ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിഷ ദിലീപാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.